അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിനിമ ഡെസീർട്ടോ. ഡയറക്ടർ ജോനാസ് കുര്യൻ സംവിധാനം ചെയ്ത് 2015 പുറത്തിറക്കിയ അടിപൊളി ത്രില്ലർ ആക്ഷൻ മൂവിയാണ് ഡെസീർട്ടോ. സിനിമയുടെ തുടക്കം കാണിക്കുന്നത് മെക്സിക്കോയിലെ ഒരു അതിർത്തി ഭാഗത്തു കൂടി ഓടിച്ചു പോകുന്ന ഒരു ട്രക്കിനെയാണ്. ട്രക്കിനകത്ത് ഒരുപാട് യാത്രക്കാർ ഇരിപ്പുണ്ട്. ഇവരുടെ പോക്ക് എങ്ങോട്ടാണെന്ന് വെച്ചാൽ അമേരിക്കയിലോട്ട് ഇല്ലീഗലായി നുഴഞ്ഞു കയറാനുള്ള പ്ലാനിലാണ്. ഒരു അശ്രദ്ധ പറ്റി ഇവരെ കണ്ടാൽ അമേരിക്കയിലെ ആർമിക്കാർ ഇവരെ വെടിവെച്ച് കൊല്ലും. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് രണ്ടും കൽപ്പിച്ചാണ് ഇവരുടെ പോക്ക്. ഇവിടെ ഈ പച്ച മങ്കി ക്യാപ്പ് ഡ്രസ് ഇട്ടുകൊണ്ടിരിക്കുന്ന പെണ്ണാണ് നമ്മുടെ നായിക. ഇവളുടെ പേരാണ് അഡേല. ഇവളുടെ അടുത്ത് തൊപ്പി വെച്ചിരിക്കുന്ന ആൾ അവൾക്ക് കൂട്ടുവന്നതാണ്. അവളുടെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടാണ് ഇദ്ദേഹം ഇവളുടെ കൂടെ വന്നത്. ഇനി നമ്മുടെ നായകനെ കാണിക്കുന്നുണ്ട്. ഇവന്റെ പേര് മോയിസ്. അവന്റെ കയ്യിലൊരു പൊമ്മ കൂടിയും ഇരിപ്പുണ്ട്. അവന്റെ മകനും ഭാര്യയും അമേരിക്കയിൽ നിൽക്കുകയാണ്. അവനിക്ക് കൊടുക്കാൻ വേണ്ടി ഗിഫ്റ്റ് കൊണ്ടുവന്നതായിരുന്നു ഈ പൊമ്മ. അങ്ങനെ കുറച്ചു കഴിയുമ്പോൾ ട്രക്ക് അവിടെ കംപ്ലൈന്റ് ആവുകയാണ്. തുടർന്ന് ഡ്രൈവർ യാത്രക്കാരോട് വന്ന് മെക്കാനിക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. നമ്മുടെ നായകന് മെക്കാനിക്ക് അറിയാമായിരുന്നു. അവൻ പോയി കംപ്ലൈന്റ് ആയത് എന്താണെന്ന് ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് പറയുകയാണ് ഇത് പോയത് കൊണ്ടാണ് വണ്ടി സ്റ്റാർട്ടാവാത്തതും, പുതിയ ഒരെണ്ണം മാറ്റിയാലേ ഇനി വണ്ടി എടുക്കാൻ പറ്റുള്ളെന്നും പറയുന്നു. അങ്ങനെ വേറെ വഴിയില്ലാതെ ഡ്രൈവർ വന്നിട്ട് ആ കാണുന്നതാണ് അമേരിക്കയിലോട്ടുള്ള വഴി. ആ അതിർത്തി വേലി കടന്നാൽ നിങ്ങൾ അമേരിക്കയിലെത്തുമെന്നും പറയുന്നു. തുടർന്ന് സൂക്ഷിച്ചു പോകണമെന്ന് ഒരു മുൻകരുതലും കൊടുക്കുന്നു. അങ്ങനെ ആ യാത്രക്കാരെല്ലാവരും ജീവൻ മരണ പോരാട്ടത്തിനെ വെല്ലുവിളിച്ച് അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഈ സമയത്ത് അമേരിക്കയിലെ അതിർത്തി ഭാഗത്തുകൂടി സാം എന്ന് പറയുന്ന ഒരു യുവാവ് ട്രക്ക് ഓടിച്ചുകൊണ്ട് പോവുകയാണ്. അവന്റെ കൂടെ ഒരു നായയുമുണ്ട്. ഇവിടെ അവർ അതിർത്തി വേലി കടന്ന് അമേരിക്കയിലോട്ട് കടക്കുകയാണ്. സാം ഒരു വേട്ടക്കാരനാണ്. അവൻ എന്തിനെയോ അവന്റെ സ്നൈപ്പർ കൊണ്ട് ഷൂട്ട് ചെയ്യുന്നു. ആ സൗണ്ട് അവർ കേൾക്കാനിടയാകുന്നു. തുടർന്ന് വെടിവെച്ചയുടെ സൗണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരും പലയിടങ്ങളിലുമായി ഓടി ഒളിക്കുന്നു. ഇവിടെ സാം വെടിവെച്ചത് ഒരു മുയലിനെയാണ്. ഇവിടെ യാത്രക്കാരെല്ലാവരും വിശ്രമിച്ച് വെള്ളം കുടിക്കുകയും ആഹാരം കഴിക്കുകയും ചെയ്യുന്നു. അഡേലയുടെ ദേഹത്ത് കൂടെ വന്നയാൾ മറ്റേ കാര്യത്തിന് നീ വഴങ്ങണമെന്ന് പറഞ്ഞ് ശല്യം ചെയ്യുന്നത് മോയിസ് കാണുകയാണ്. അവൻ പോയിട്ട് എന്തിനാണ് ഈ കുട്ടിയെ ശല്യം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതിൽ നീ ഇടപെടേണ്ടതെന്നും ഇത് നമ്മൾ തമ്മിലുള്ള കാര്യമെന്നും പറയുന്നു. അങ്ങനെ ആ സംസാരം അവിടെ അവസാനിക്കുകയാണ്. തുടർന്ന് അവരെല്ലാവരും അവിടെ യാത്ര തുടങ്ങുന്നു. ഇവിടെ സാം ട്രക്കിൽ പോകുമ്പോൾ മുമ്പിൽ ഒരു പോലീസുകാരൻ വരുന്നു. എന്നിട്ട് നീ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഹണ്ടിങ്ങിന് വന്നതാണെന്ന് സാം പറയുന്നു. അതിന് നിനക്കിവിടെ പെർമിറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു മുയലിനെ പിടിക്കാനാണ് പെർമിറ്റ് എന്ന് പറഞ്ഞ് പോലീസുകാരനെ കളിയാക്കുന്നു. ആ ശരി നടക്കട്ടെ എന്ന് പറഞ്ഞ് പോലീസുകാരൻ അവിടെ നിന്നും പോകുന്നു. എന്തോ ലക്ഷ്യം വെച്ച് ഉറപ്പിച്ചതുപോലത്തെ മുഖഭാവത്തിൽ സാം ഇരിക്കുകയാണ്. ഇവിടെ മോയിസും അഡേലയും മറ്റു 3 യാത്രക്കാരും ഏറ്റവും പിന്നിലായി പോവുകയാണ്. ബാക്കിയുള്ളവരെല്ലാം ഒരുപാട് മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇവർ ഇവിടെ നിന്നും അവരെ വലിച്ചു വിളിക്കുകയാണ്. വെയിറ്റ് ചെയ്യാനും നമ്മളും കൂടെ വരട്ടെ എന്നും പറയുന്നു. എന്നാൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ പതുക്കെ വരുന്നവർ പതുക്കെ ഇഴഞ്ഞു വന്നോട്ടെ, നമുക്ക് പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞ് അവരെല്ലാവരും മുമ്പിലോട്ട് തന്നെ നടക്കുന്നു. അങ്ങനെ അവർ നിൽക്കുമ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ദൂരെ നിന്നും എന്തോ കണ്ട് ഒളിക്കുകയും ബാക്കിയുള്ളവരോട് ഒളിക്കാനും പറയുന്നു. അവിടെ നോക്കുമ്പോൾ അത് വേറെ ആരുമല്ലായിരുന്നു, അത് നമ്മുടെ സാമായിരുന്നു. അവൻ ട്രക്കിൽ അങ്ങോട്ടേക്ക് എത്തുകയാണ്. അവൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ മറ്റേ അവർ പോയതിൽ ആരോ ഒരാളുടെ കയ്യിൽ നിന്നും വീണ ഒരു ലേസ് കിട്ടുകയാണ്. അതവന്റെ നായയെ മണപ്പിച്ചിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നു. അവന്റെ നായ വെൽ ട്രെയിനഡ് ആണ്. അവൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അനുസരിക്കും. മോയിസും കൂട്ടരും ഇതെല്ലാം പിന്നിൽ നിന്നും കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ സാം മറ്റേ യാത്രക്കാരെ കാണുകയാണ്. അവരെ കണ്ടതും സന്തോഷത്തോടെ അവൻ ട്രക്കിലേക്ക് തിരിച്ചു വന്ന് അവന്റെ തോക്കെടുക്കുകയാണ്. സത്യത്തിൽ ഇവൻ ഒരു സൈക്കോ ആണ്. ഇങ്ങനെ വരുന്നവരെല്ലാം വെടിവെച്ച് കൊന്നു കളിക്കുന്നതാണ് ഇവന്റെ ഒരു ഹോബി. അങ്ങനെ തോക്കുമായി പോയി അവൻ അവരെ ലക്ഷ്യം വെച്ച് സ്നൈപ്പ് ചെയ്തിരിക്കുന്നു. പെട്ടെന്ന് മുമ്പിൽ നടന്ന ആളുടെ ദേഹത്ത് ബുള്ളറ്റ് വന്ന് തറയ്ക്കുന്നു. മോയിസും കൂട്ടരും ഇത് കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. തുടർന്ന് അടുത്ത ഒരാളെയും വെടിവെക്കുന്നു. അങ്ങനെ 2, 3, 4, 5, 6 എന്നിങ്ങനെ പറഞ്ഞ് ഒരാളെയും ബാക്കി വയ്ക്കാതെ എല്ലാവരെയും വെടിവെച്ച് കൊല്ലുകയാണ്. എന്നിട്ട് ഒരു പുഞ്ചിരിയുമായി വാ ഇന്നത്തെ ദിവസം കൊള്ളാമെന്ന് പറഞ്ഞ് ട്രക്കിലേക്ക് തിരിച്ചു വരുന്നു. ഈ നേരം കൊണ്ട് മോയിസും ബാക്കിയുള്ളവരും തിരിച്ചു മുകളിലോട്ട് പോകുന്നു. ട്രക്കിനകത്തിരുന്ന് സൈക്കോ സന്തോഷമടക്കാനാവാതെ ലിക്കർ കുപ്പിയെടുത്ത് വെച്ചിട്ട് ഇതെന്റെ വീടാണ്, ഞാൻ എല്ലാവരെയും കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അവർ ഓടിപ്പോയ സ്ഥലത്ത് നോക്കി നായ കുരയ്ക്കുകയാണ്. ഇത് കണ്ട് അങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോൾ സൈക്കോ അവരെയും കാണുന്നു. തള്ളേ, എനിക്ക് വീണ്ടും ഇരകളെ കിട്ടിയെന്ന് പറഞ്ഞ് അവരെയും കൊല്ലാൻ ട്രക്ക് എടുത്തവൻ അങ്ങോട്ടേക്ക് പോകുന്നു.
പാവം മോയ്സും കൂട്ടരും ജീവൻ തിരിച്ചു കിട്ടാനായി വളഞ്ഞ വഴിയിൽ കൂടി പേടിച്ചോടുകയാണ്. ഈ ഒരു അവസ്ഥയിൽ നിങ്ങളാണ് ഇവിടെ പെട്ടുപോകുന്നതെങ്കിലോ അത് നിങ്ങൾ കമന്റ് ചെയ്യുക. അവർ കഴിവതും വേഗത്തിൽ ഓടുകയാണ്. അവരുടെ പിന്നാലെ സൈക്കോയും. അവരുടെ മണം പിടിച്ച് നായ മുമ്പിലോട്ട് പോകുന്നു. നായയുടെ കുര മോയ്സ് കേൾക്കുകയാണ്. നായ ഏകദേശം അവരുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. അഡേലയുടെ കൂടെ വന്നയാൾ ഏറ്റവും ബേക്കിലാവുകയും നായ അവനെ കടിച്ചു കീറുകയും ചെയ്യുന്നു. നമുക്ക് വേറെ വഴിയില്ലെന്നും ഇവിടെ നിന്നും പോകണമെന്ന് പറഞ്ഞ് അവളെയും വിളിച്ചു കൊണ്ടുപോകുന്നു. തുടർന്ന് അവൻ അവിടെ മരിക്കുകയാണ്. തന്റെ നായ ചെയ്ത ഗുഡ് വർക്ക് സൈക്കോ കാണുന്നു. അവർ പോകുന്ന വഴിക്ക് പാറക്കെട്ട് കൊണ്ടുള്ള വഴി എൻഡാവുകയാണ്. എന്നാൽ തൊട്ടടുത്ത് കണ്ട മരത്തിൽ കയറി അവർ മുകളിലോട്ട് കയറുന്നു. ജസ്റ്റ് മിസ്സിന് നായയുടെ വായിൽ നിന്നും അവൻ രക്ഷപ്പെടുകയാണ്. ഇവിടെ സൈക്കോ സൈഡിൽ കൂടെ മറ്റൊരു പാറയുടെ മുകളിൽ വലിഞ്ഞു കയറുന്നു. അവനിക്ക് താഴത്തെ എല്ലാ ഭാഗവും കാണാം. അവർ പാറപ്പുറത്ത് കൂടി ചാടി പോവുകയാണ്. അവസാനത്തെ ആൾ ചാടുമ്പോൾ ജസ്റ്റ് മിസ്സിന് താഴേക്ക് പോകാതെ പാറയിൽ പിടിച്ചു നിൽക്കുന്നു. അവനെ രക്ഷിക്കാനായി മോയ്സ് ഹെൽപ്പ് ചെയ്യുമ്പോൾ മുകളിൽ നിന്നും സൈക്കോ ഇത് കാണുകയാണ്. തുടർന്ന് അവനെയും വെടിവെക്കുന്നു. അങ്ങനെ അവനും മരിച്ച് താഴേക്ക് പോവുകയാണ്. ഇനി ലാസ്റ്റ് 3 പേർ മാത്രം. നമ്മൾ 3 പേരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് പറഞ്ഞ് അവർ മുമ്പിലോട്ട് പോവുകയാണ്. ഇവിടെ സൈക്കോ നായയെ മണം പിടിച്ച് അവരെ പിടിക്കാൻ പറഞ്ഞിട്ട് ട്രക്കിൽ കയറി അവർ പോകുന്ന എതിർ ദിശയിലേക്ക് പോകുന്നു. അവർ പാറക്കെട്ടിന്റെ ഇടയിലൂടെ ഇറങ്ങി മുമ്പിൽ കണ്ട വഴിയിലൂടെ നടന്നു പോവുകയാണ്. അവരുടെ മണം പിടിച്ച് അവർ പോയ ദിശയിൽ കൂടെ നായയും പിന്തുടരുന്നു. എന്നാൽ സൈക്കോ ഇവിടെ അവർ നടന്നു വരുന്ന വഴിയിൽ അവരെയും വെയിറ്റ് ചെയ്ത് കാത്തു നിൽക്കുന്നു. അങ്ങനെ അവർ നടന്നു വരുമ്പോൾ മുമ്പിൽ ട്രക്ക് കിടക്കുന്നത് കാണുന്നു. തുടർന്ന് അവർ തിരിച്ചു നടന്നു പോകുമ്പോൾ അതുവഴി നായയും കടന്നു വരുന്നു. ചെകുത്താന്റെയും കടലിന്റെയും ഇടയിൽപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ അവർ പാറക്കെട്ടിന്റെ സൈഡ് കൈവരിയിൽ പിടിച്ച് കഷ്ടിച്ച് നീങ്ങിപ്പോകുന്നു. അപ്പോഴേക്കും സൈക്കോ അവിടേക്ക് എത്തുകയാണ്. എന്നിട്ട് മറ്റേവനെ വെടിവെക്കാൻ നോക്കുമ്പോൾ അവൻ പേടിച്ച് സ്ലിപ്പായി താഴേക്ക് വീഴുന്നു. നായകനും നായികയും ഒരുവിധം രക്ഷപ്പെട്ട് ഒളിച്ചിരിക്കുകയാണ്. താഴെ വീണവൻ സൈക്കോയോട് കൊല്ലല്ലേ എന്ന് അപേക്ഷിച്ചെങ്കിലും ക്രൂരനായ സൈക്കോ അവനെ വെടിവെച്ച് കൊല്ലുന്നു. ശേഷം സൈക്കോ അവിടെ നിന്നും പോവുകയാണ്. അവർ രണ്ടുപേരും സേഫായ ഒരു സ്ഥലം നോക്കി വിശ്രമിക്കുന്നു. ജീവിതത്തിലുണ്ടായ തെറ്റുകളും ആഗ്രഹങ്ങളുമെല്ലാം അവർ പരസ്പരം പങ്കുവെക്കുകയാണ്. അങ്ങനെ സമയം ഒരു രാത്രി കഴിഞ്ഞ് പകലാവുകയാണ്. അഡേല ഉറക്കമെഴുന്നേറ്റ് മുമ്പിലായി നോക്കുമ്പോൾ സൈക്കോ ട്രക്കുമായി അവിടേക്ക് നിൽക്കുകയാണ്. ആ കാര്യം മോയ്സിനോട് പറയാൻ വേണ്ടി അവൾ തിരിച്ചു പോകുമ്പോൾ മുമ്പിൽ വലിയ പെരുമ്പാമ്പുകൾ കിടക്കുന്നത് കാണുന്നു. അതിന്റെ ഇടയിൽ കൂടെ അവൾ കഷ്ടിച്ചൊഴിഞ്ഞു മാറി മോയ്സിനോട് ചെന്ന് കാര്യം പറയുന്നു. ഇത് കണ്ടിട്ട് മോയ്സ് പറയുകയാണ്, അവനെ പറ്റിച്ച് നമുക്ക് ട്രക്ക് എടുത്തുകൊണ്ട് പോകാമെന്നും അതിനുള്ള ഒരു ഐഡിയ എന്റെ കയ്യിലുണ്ടെന്നും പറയുന്നു. അങ്ങനെ മുകളിൽ നിന്നും ഒരു സൗണ്ട് കേൾക്കുന്നത് നായ ശ്രദ്ധിക്കുന്നു. തുടർന്ന് കുറച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവരായിരിക്കുമെന്ന് കരുതി സൈക്കോയും കൂടെ പോകുന്നു. ഈ സമയം കൊണ്ട് സൈഡിൽ കൂടെ ഇഴഞ്ഞ് അവർ രണ്ടുപേരും ട്രക്കിനടുത്തേക്ക് പോവുകയാണ്. അവിടേക്കെത്തിയ നായയും സൈക്കോയും കണ്ടത് അവന്റെ കയ്യിലുണ്ടായിരുന്ന പാവക്കുട്ടിയെയാണ്. ആ പാവയിൽ പാട്ട് കേൾക്കുന്ന ഒരു മൈക്ക് സിസ്റ്റം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ഓടി ട്രക്കിലേക്ക് കയറുകയാണ്. ആ സമയത്ത് നായ അവിടേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷെ അവരെ ഒന്നും തന്നെ ചെയ്യാൻ നായയ്ക്ക് കഴിഞ്ഞില്ല. തുടർന്ന് വണ്ടി സ്റ്റാർട്ടാക്കി അവർ സന്തോഷത്തോടെ ഓടിച്ചു പോകുന്നു. മയിര് എന്റെ യജമാന്റെ വണ്ടി പോയല്ലോ എന്ന് ആലോചിച്ച് നായ അങ്ങനെ നോക്കി നിൽക്കുന്നു. അവരുടെ സന്തോഷം അത് കുറച്ചു നേരത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം പെട്ടെന്ന് കണ്ണാടി പൊത്ത് ഒരു ബുള്ളറ്റ് അവളുടെ കയ്യിൽ തറച്ചു കയറുന്നു. പെട്ടെന്ന് തന്നെ നായകന്റെ ശ്രദ്ധ മാറി വണ്ടി കല്ലിൽ തട്ടിക്കയറി മറിയുന്നു. സൈക്കോയുടെ സ്നൈപ്പിംഗ് അത് വളരെ കൃത്യമായിരുന്നു. അങ്ങനെ അവൻ അവളെ കഷ്ടിച്ച് പുറത്തിറക്കുകയാണ്. സൈക്കോ വന്നു നോക്കുമ്പോൾ അവരവിടെ ഉണ്ടായിരുന്നില്ല. അവർ പോയി കഴിഞ്ഞിരുന്നു. ഉമ്മയൊക്കെ കൊന്നിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞ് സൈക്കോ അവരെ പിന്തുടരുകയാണ്. ഇവിടെ അവൻ അവളെ ഒരു വലിയ ചെടിയുടെ പിന്നിലിരുത്തിയിട്ട് മെഡിക്കൽ ബോക്സ് തുറക്കുന്നു. അതിലൊരു ഫ്ലെയർ ഗണ്ണും കൂടെ ഉണ്ടായിരുന്നു. അതവൻ എടുത്തിട്ട് അവളുടെ വെടികൊണ്ട ഭാഗത്ത് പഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് അവളോട് പറയാണ്, ഞാൻ പോകുന്നുവെന്നും എനിക്കെന്റെ മകനെ കാണണം, ഇവിടെ നിന്നാൽ അവൻ എന്നെയും കൊല്ലുമെന്ന് പറയുന്നു. ഇത് കേട്ട് അവൾ കരഞ്ഞുകൊണ്ട് എന്നെ ഒറ്റയ്ക്കാക്കി പോകരുതെന്നും അയാൾ കണ്ടാൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് അപേക്ഷിക്കുന്നു. പക്ഷേ മനസ്സില്ലാ മനസ്സോടെ അവൻ സോറി പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ്. അവളുടെ ബ്ലഡിന്റെ മണം പിടിച്ച് നായയും സൈക്കോയും അങ്ങോട്ടേക്ക് എത്തുന്നു. അവൾ അവരെ കാണാത്ത വിധത്തിൽ ഒരുവിധം കഷ്ടിച്ചിരിക്കുകയാണ്. ഇവിടെ മോയ്സ് ഒരു വലിയ മുകൾ ഭാഗത്ത് വന്ന് ഫ്ലെയർ ഗൺ അടിക്കുകയാണ്. അത് സൈക്കോ കാണുകയും അവനെ വെടിവെക്കുകയും ചെയ്യുന്നു. തുടർന്ന് തന്നെ പിന്തുടരുന്നു എന്ന് മനസ്സിലായി അവൻ അവിടെ നിന്നും ഓടുന്നു. സൈക്കോ അവളുടെ കാര്യം ശ്രദ്ധിക്കാതെ അവന്റെ പിന്നാലെ ഓടുകയാണ്. ഇത് പാവം അടയിലേക്ക് രക്ഷയായി. അവനോടെ മുൾച്ചെടികൾക്കിടയിലെത്തുന്നു. തൊട്ടു പിന്നാലെ നായയുമുണ്ട്.
അതിനടിയിലൂടെ ഇഴഞ്ഞു കയറി അവസാനമുണ്ടായിരുന്ന ഫ്ലെയർ ഗണ്ണിന്റെ ബുള്ളറ്റ് അതിലിട്ട് മുമ്പിൽ വന്ന നായയുടെ നേരെ അടിക്കുന്നു. അത് കറക്റ്റ് നായയുടെ വായിൽ തറച്ചു കയറുകയാണ്. എന്നിട്ട് അവൻ അവിടെ നിന്നും ഇഴഞ്ഞു പോകുന്നു. നായയുടെ വിളി കേട്ട് അയ്യോ എന്റെ നായ, അയ്യോ എന്റെ നായ എന്ന് പറഞ്ഞ് സൈക്കോ വന്നു നോക്കുമ്പോൾ കണ്ടത് കത്തിച്ചാമ്പലായി കിടക്കുന്ന അവന്റെ ജീവനെയാണ്. എടാ മലരെ, നിന്നെ എന്റെ കയ്യിൽ കിട്ടിയാൽ കൊല്ലുമെന്ന് പറഞ്ഞ് സൈക്കോ കരയുകയാണ്. ഈ നേരത്ത് മുമ്പിലൊരു ജീപ്പ് പോകുന്നത് മോയിസ് ശ്രദ്ധിക്കുകയാണ്. അവൻ ഉറക്കെ വിളിച്ചിരുന്നെങ്കിലും ജീപ്പിലുള്ളവർ ശ്രദ്ധിക്കാതെ അവിടെ നിന്നും കടന്നു പോകുന്നു. തുടർന്നവൻ ഓടിപ്പോവുകയാണ്. സൈക്കോ അവനെ കണ്ട് ഷൂട്ട് ചെയ്യുന്നു. അവനോട് വലിയ കൂറ്റൻ പാറക്കെട്ടിന്റെ സൈഡിൽ ഒളിക്കുകയാണ്. അവന്റെ തൊട്ടു പിന്നാലെ സൈക്കോയും എത്തുന്നു. അതുവഴി ഒരു റൗണ്ട് ചുറ്റിയതിനു ശേഷം മോയിസ് സൈഡിൽ കൂടെ മുകളിലേക്ക് കയറുന്നു. തുടർന്ന് സൈക്കോയും മുകളിലേക്ക് കയറുകയാണ്. ആ നേരം അവൻ താഴേക്കിറങ്ങി ഒരു ചെറിയ ഇടയിൽ ഒളിച്ചു നിൽക്കുന്നു. അപ്പോൾ സൈക്കോയും താഴേക്ക് ഇറങ്ങുന്നു. പക്ഷേ ഭാഗ്യം കൊണ്ട് സൈക്കോ അവനെ കാണുന്നില്ല. ഈ സമയം പിന്നിൽ നിന്നും അവൻ സൈക്കോയെ ഇടിച്ചു തള്ളി രണ്ടും കൂടെ താഴേക്ക് വീഴുന്നു. വീഴ്ചയിൽ രണ്ടുപേർക്കും ഒരുപാട് പരിക്കു പറ്റിയിട്ടുണ്ട്. സൈക്കോയുടെ കാലാണെങ്കിൽ ഒടിഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ അവൻ അവന്റെ തോക്കെടുക്കുകയാണ്. എന്നിട്ട് സൈക്കോയെ കൊല്ലാൻ വേണ്ടി നിൽക്കുമ്പോൾ എന്നെ കൊല്ലരുതെന്ന് അപേക്ഷിക്കുന്നു. ഞാൻ ചെയ്തതിൽ സോറി എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ്. നിനക്കുള്ള ശിക്ഷ അത് ദൈവം തരുമെന്ന് പറഞ്ഞ് മോയിസ് അവിടെ നിന്നും പോകുന്നു. എന്തായാലും സൈക്കോയിന് അവിടെ നിന്നും തിരിച്ചു പോകാൻ കഴിയില്ല. കാരണം ഒരടി മുമ്പിലോട്ട് നടക്കാൻ പോലും അവനിക്ക് പറ്റില്ല. മോയിസ് തിരിച്ച് അഡേലയുടെ അടുത്തേക്ക് വരികയാണ്. അവളാണെങ്കിൽ ബോധം കെട്ടിരിക്കുന്നു. അവൻ അവളെയും എടുത്തുകൊണ്ട് മുമ്പിലോട്ട് നടന്നു നീങ്ങുന്നു. സമയം വൈകുന്നേരം ആവുകയാണ്. കുറച്ചുകൂടി മുമ്പിലോട്ട് പോകുമ്പോൾ റോഡും വണ്ടികളും അവർ കാണുകയാണ്. ഇവർ ഇനി അമേരിക്കയിലെ റോഡുകളിലെത്താൻ ഇനി മിനിറ്റുകൾ മാത്രം. ഇതോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്.